ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിയുടെ സഹോദരൻ ഇപ്പോൾ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നല്ലേ നിങ്ങളുടെ മുമ്പിൽ ചിത്രങ്ങൾ പങ്കുവച്ചത്? പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി വന്നില്ലേ? അതിനർത്ഥം എന്താണ്? അദ്ദേഹം പതിയെ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിത്തുടങ്ങുന്നു എന്ന് തന്നെയല്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ലോകയുടെ സെറ്റിലൊക്കെ തന്നെയും അദ്ദേഹം വളരെയധികം തന്നെ ആക്റ്റീവായ ഒരാളായിരുന്നു. അതിനുശേഷമാണ് രോഗം ഇത്രയും അദ്ദേഹത്തിനിടയിൽ മൂർച്ഛിച്ചത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം അങ്ങനെ സെറ്റുകളിൽ പോകാറില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മുന്നിൽ കണ്ട് തന്നെയാണ് അദ്ദേഹം പോകാത്തത്. പെട്ടെന്ന് അസുഖം വരും എന്നുള്ളത് കൊണ്ടും മറ്റുള്ളവരുടെ ചോദ്യം അങ്ങനെ ഫേസ് ചെയ്യേണ്ട എന്നുള്ളത് പല കാരണങ്ങളായിരിക്കാം. എന്നാൽ മരുന്നുകൾ കുറച്ചൊക്കെ മമ്മൂട്ടിയെ അവശനാക്കിയെങ്കിലും ആ പഴയ സൗന്ദര്യത്തിനൊരു മാറ്റവുമില്ല എന്നാണ് സഹോദരൻ പറയുന്നത്. നിങ്ങളുടെ മമ്മൂട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും വയസ്സാവാത്ത ഒരു പ്രകൃതം എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളാരും അതോർത്ത് സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ മമ്മൂട്ടിക്ക് എന്തു പറ്റിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മമ്മൂട്ടിക്ക് ഇങ്ങനെയല്ല സംഭവിക്കേണ്ടിരുന്നതെന്ന് വിഷമിക്കേണ്ട. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനെ അത് ബാധിച്ചിട്ടില്ല. അദ്ദേഹം സിനിമകളിലെല്ലാം ആക്റ്റീവായി തുടങ്ങുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവശനായി എന്ന് പറയുന്നത് ശരിയാണ്. ആ മരുന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ മരുന്ന് ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവശത ഉണ്ടായിരുന്നു. എന്നാൽ പ്രോപ്പറായി തന്നെ അദ്ദേഹം വിശ്രമം നടത്തിയതുകൊണ്ടും നല്ല രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ. മമ്മൂട്ടിയെ സംബന്ധിച്ച് തിരിച്ചു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നല്ലായിരുന്നു. അതായത് ചിട്ടയായ ഭക്ഷണക്രമം, ചിട്ടയായ രീതിയിലെ വ്യായാമം, ജീവിതശൈലി ഇതൊക്കെ തന്നെയും പാഠമാക്കിയ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നു. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു രീതി തന്നെയാണിത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും കാര്യങ്ങൾ അറിയാം. ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്നീ രോഗത്തെക്കുറിച്ച് കുഞ്ഞു കുട്ടികളൊന്നും അത്രയേറെ തന്നെ അറിയുന്നവരല്ല. എന്നാൽ മമ്മൂട്ടിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഈ അസുഖം വരാം, ആരൊക്കെ ഇത് ചികിത്സിച്ചു മാറ്റി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ വളരെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയേറെ ആളുകളാണ് മമ്മൂട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നവർക്ക് വളരെയധികം സന്തോഷവും ഇതിന് പിന്നാലെ തോന്നുന്നുവെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.